ഇന്ത്യൻ ക്രിക്കറ്റ് ടീം തുടർച്ചയായി 2 തവണ T20 ലോകകപ്പ് കിരീടം നേടി കരുത്ത് കാട്ടിയിരിക്കുകയാണ്. ആദ്യത്തെ ടീം T20 ലോകകപ്പ് നേടില്ലെന്ന ചരിത്രം തിരുത്താനും ഇത്തവണ നീലപ്പടയ്ക്ക് സാധിച്ചു. ഇനി ഇന്ത്യയെ കാത്തിരിക്കുന്നത് ഏകദിന ലോകകപ്പാണ്. 2027 നടക്കുന്ന ഏകദിന ലോകകപ്പിനെയുള്ള പടയൊരുക്കത്തിലേക്ക് ഇന്ത്യ കടന്നു കഴിഞ്ഞുവെന്ന് പറയാം. 20 അംഗ സാധ്യതാ ടീമിന്റെ പട്ടിക BCCI തയ്യാറാക്കിയെന്നാണ് വിവരം. ചില സുപ്രധാന കാര്യങ്ങൾ തീരുമാനിച്ച് മുന്നോട്ട് പോകാനാണ് BCCI പദ്ധതിയിടുന്നത്. ഇതിൽ സീനിയർ താരങ്ങളായ വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയുടെയും ഭാവി കാര്യങ്ങളും ഉൾപ്പെടും. രണ്ടുപേരും ടെസ്റ്റും T20 മതിയാക്കി ഏകദിനം മാത്രമാണ് നിലവിൽ കളിക്കുന്നത്. ഏകദിന ലോകകപ്പാണ് ഇരുവരും ലക്ഷ്യമിടുന്നതെങ്കിലും കളിപ്പിക്കുമെന്ന കാര്യത്തിൽ ഇതുവരെ വ്യക്തത ഉണ്ടായിട്ടില്ല. ഇക്കാര്യത്തിൽ പരിശീലകൻ ഗൗതം ഗംഭീറിന്റെ നിലപാട് സീനിയർ താരങ്ങൾക്കെതിരാകാനുള്ള സാധ്യത കൂടുതലാണെന്നാണ് റിപ്പോർട്ടുകൾ. കോഹ്ലിയെയും രോഹിത്തിനെയും ഒഴിവാക്കി ഇന്ത്യ യുവതാരങ്ങളെ പിന്തുണച്ച് ലോകകപ്പിനിറങ്ങാനുള്ള സാധ്യതകളും തള്ളിക്കളയാനാവില്ല. രോഹിത്തും കോഹ്ലിയും ഇല്ലെങ്കിലും ഇന്ത്യയുടെ ഏകദിന ലോകകപ്പ് ടീം എങ്ങനെയാകുമെന്ന് നമുക്ക് നോക്കാം. സാധ്യത 15 അംഗ ടീമിനെ പരിശോധിക്കുകയും ചെയ്യാം. ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ലിന് കീഴിലാവും ഇന്ത്യ ഇറങ്ങുക. ഈ കാര്യത്തിൽ ഉറപ്പാണ്. രോഹിത് ഇല്ലെങ്കിൽ പകരം ഓപ്പണർമാരാകാൻ ഋതുരാജ് ഗെയ്ക്വാദ്, ഇഷാൻ കിഷൻ എന്നിവരിൽ ഒരാൾക്കാവും അവസരം ലഭിക്കുക. ശുഭ്മാൻ ഗിൽ ഓപ്പണർ സ്ഥാനത്തേക്ക് നിന്ന് മാറാൻ സാധ്യത കുറവാണ്. ഇഷാനും ഗില്ലും അടുത്ത സുഹൃത്തുക്കളും ഏകദിനത്തിൽ മികച്ച റെക്കോർഡുള്ള താരങ്ങളുമാണ്. രണ്ടുപേരും ഏകദിനത്തിൽ ഇരട്ട സെഞ്ചുറി പ്രകടനങ്ങളും നടത്തിയിട്ടുള്ളവരാണെന്നത് ശ്രദ്ധേയമായ കാര്യമാണ്. രോഹിത്തും കോഹ്ലിയും ഇല്ലെങ്കിൽ ശുഭ്മാൻ ഗിൽ, ഇഷാൻ കിഷൻ ഓപ്പണിംഗ് കൂട്ടുകെട്ടാവും കാണാൻ സാധിക്കുക. 3-ാം നമ്പറിൽ കോഹ്ലിയുടെ സീറ്റിലേക്ക് ശ്രേയസ് അയ്യർ എത്താനാണ് സാധ്യത. നിലവിൽ 4-ാം നമ്പറിൽ കളിക്കുന്ന ശ്രേയസിനെ 3-ാമനാക്കുന്നത് മികച്ച നീക്കമായിരിക്കും. എന്നാൽ പരിശീലകൻ എന്ന നിലയിൽ ഗൗതം ഗംഭീറിന് ശ്രേയസിനോട് എത്രത്തോളം പിന്തുണ നൽകുമെന്ന കാര്യം കണ്ടറിയേണ്ടതുണ്ട്. 4-ാം നമ്പറിൽ ഋതുരാജ് ഗെയ്ക്വാദിനെ കളിപ്പിക്കും. 4-ാം നമ്പറിൽ അവസരം ലഭിച്ചപ്പോൾ സെഞ്ചുറി അടക്കം നേടി മികവ് കാട്ടാൻ ഋതുരാജിന് സാധിച്ചിരുന്നു. 5-ാം നമ്പറിൽ അക്ഷർ പട്ടേലിനെ ഇടം കയ്യൻ ബാറ്റ്സ്മാൻ എന്ന നിലയിൽ പിന്തുണയ്ക്കും. 6-ാം നമ്പറിലാവും KL രാഹുലിനെ കളിപ്പിക്കുക. വിക്കറ്റ് കീപ്പർ സ്ഥാനം രാഹുലിൽ നിന്ന് ഇഷാനിലേക്ക് എത്താനുള്ള സാധ്യതകളും ഏറെയാണ്. സഞ്ജു സാംസണെ വിക്കറ്റ് കീപ്പറായോ സ്പെഷ്യലിസ്റ്റ് ബാറ്റ്സ്മാനായോ പരിഗണിക്കാനുള്ള സാധ്യതകൾ നിലവിലില്ല എന്ന് നമുക്ക് പറയാം. ഹാർദിക് പാണ്ഡ്യ മീഡിയം പേസർ ഓൾറൗണ്ടറായി പരിഗണിക്കപ്പെടുമ്പോൾ ബാക്കപ്പ് താരമായി നിതീഷ് കുമാർ റെഡ്ഡിക്കും അവസരം ലഭിച്ചേക്കും. രവീന്ദ്ര ജഡേജ താഴെപ്പെടാനാണ് ഇത്തവണ സാധ്യത. സ്പിൻ നിരയിൽ കുൽദീപ് യാദവും വരുൺ ചക്രവർത്തിയുമാവും പരിഗണിക്കപ്പെടുക. പേസ് നിരയിലേക്ക് നോക്കിയാൽ ജസ്പ്രീത് ബുംറ, മുഹമ്മദ് സിറാജ്, ഹർഷിത് റാണ എന്നിവർക്ക് സീറ്റ് ഉറപ്പാണ്. മുഹമ്മദ് ഷമിക്ക് തിരിച്ചുവരവുണ്ടാകില്ല എന്നാണ് നിലവിൽ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. ഇന്ത്യയുടെ സാധ്യത 15 അംഗ ടീമിനെ നമുക്ക് പരിശോധിക്കാം. ശുഭ്മാൻ ഗിൽ ക്യാപ്റ്റനായി എത്തുമ്പോൾ ഇഷാൻ കിഷൻ, യശസ്വി ജയ്സ്വാൾ, ഋതുരാജ് ഗെയ്ക്വാദ്, ശ്രേയസ് അയ്യർ, KL രാഹുൽ, ഹാർദിക് പാണ്ഡ്യ, നിതീഷ് കുമാർ റെഡ്ഡി, അക്ഷർ പട്ടേൽ, കുൽദീപ് യാദവ്, വരുൺ ചക്രവർത്തി, ജസ്പ്രീത് ബുംറ, ഹർഷിത് റാണ, മുഹമ്മദ് സിറാജ്, പ്രസിദ്ധ് കൃഷ്ണ എന്നിവരാവും ഇന്ത്യയുടെ ലോകകപ്പ് സ്ക്വാഡിൽ ഉൾപ്പെടാൻ സാധ്യത. ഇവിടെയും മലയാളി താരം സഞ്ജു സാംസണ് സാധ്യത ഇല്ല എന്ന് നമുക്ക് ഏറെക്കുറെ ഉറപ്പിക്കാനാകും.